ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു വ്യത്യസ്ത വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണൻ്റെ സന്തോഷം ഇന്ന് ചർച്ച ചെയ്യുന്നത് ലോകത്ത് ഇന്ന് ഏറ്റവും വലിയ ആയുധം ഏതാണോ അതിനെക്കുറിച്ചാണ്. അതായത് ലോകത്ത് ഏറ്റവും വലിയ ശക്തിയുള്ള ആയുധം എന്നുള്ളത് മതമാണ്. ശരിക്കും മതം ആരാണ് രൂപീകരിച്ചത്? അല്ലെങ്കിൽ മതങ്ങൾ താനേ രൂപപ്പെട്ടതാണോ? ഇതൊന്നുമല്ല, മനുഷ്യൻ തന്നെയാണ് മതങ്ങൾ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ മതത്തെ രൂപീകരിച്ചത് എന്ന് നമുക്കറിയാം. ആ മതങ്ങളും ഈ മനുഷ്യരും ചേർന്നാണ് ദൈവങ്ങളെയും സൃഷ്ടിച്ചത്. അങ്ങനെ അനേക ദൈവങ്ങൾ, അതായത് 33 ദൈവങ്ങളുണ്ട് എന്നുള്ളതാണ് സങ്കല്പം. എന്നാൽ അതിന് ഒരു കണക്കുമില്ല എന്നർത്ഥം. അത്രമാത്രം ദൈവങ്ങൾ നമുക്കുണ്ട്, മതങ്ങൾ അനേകം. എന്നാൽ ഈ മതങ്ങൾ മനുഷ്യന് ഒരു കാലത്ത് നന്മയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് അന്ധകാര നിബിഡമായിരുന്ന മാനവരാശിക്ക് ഒരു നേർരേഖയിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവരാൻ സഹായിച്ചത് മതങ്ങളാണെങ്കിൽ, ഇന്ന് ഈ മതങ്ങൾ മനുഷ്യന് നാശമാണോ വിതയ്ക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. ശരിക്കും മതങ്ങൾ ഒരു കാലഘട്ടത്തിൽ മനുഷ്യന് നല്ലതായിരുന്നുവെങ്കിൽ ഇന്ന് മതങ്ങൾ മനുഷ്യന് വിനാശകാരിയായി തീർന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. വ്യത്യസ്ത അഭിപ്രായങ്ങൾ പൊന്തി വരാം. ശരിക്കും മതത്തിൻ്റെ പേരിൽ മനുഷ്യർ എല്ലാത്തിനെയും അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ മതത്തിൻ്റെ പിന്നിൽ അണിനിരത്തി തൻ്റെ ലാഭങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയല്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം. തൽഫലമായി ലോകത്ത് അങ്ങുമിങ്ങുമെല്ലാം ഇന്ന് പുതിയ ചർച്ചകൾ പ്രത്യേകം പൊന്തി വരുന്നു. ലോകത്താകമാനം വീണ്ടും വീണ്ടും ഒരു യുദ്ധക്കെടുതിയിലേക്കും ലോകത്ത് ഒരു 3ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള വാർത്തകളുമാണ് വരുന്നത്. ഇത് ശരിക്കും മതത്തിൻ്റെ പിന്നണിയിലുള്ള പ്രവർത്തനങ്ങളല്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം. എനിക്ക് പറയുവാനുള്ളത്, എൻ്റെ ബാല്യത്തിൽ ശരിക്കും മതങ്ങളെ പഠിപ്പിച്ചിരുന്നത് മുല്ലമാരായിരുന്നു. മുല്ലമാർ എന്ത് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരായിരുന്നു എന്നൊന്നും നമുക്കറിയില്ല. എന്നാൽ അവർക്ക് വേദപഠനങ്ങൾ അല്ലെങ്കിൽ അറബി പഠനങ്ങൾ ഏത് മതത്തിലാണോ ഉള്ളത് ആ മതങ്ങളെക്കുറിച്ച് വായിക്കാൻ അല്ലെങ്കിൽ ആ മതഗ്രന്ഥങ്ങൾ വായിക്കാൻ അറിയാമെന്നതിൽ കവിഞ്ഞ് മറ്റൊരു ജ്ഞാനവും ഉണ്ടായിരുന്നതായി നമുക്കറിവില്ല. അവർ പഠിപ്പിച്ചു തന്ന പാഠങ്ങൾ നമ്മൾ ഹൃദിസ്ഥമാക്കി. നമ്മൾ ബാല്യത്തിൽ അമ്മിഞ്ഞ പാലിനോടൊപ്പം അമ്മമാരും അല്ലെങ്കിൽ നമ്മുടെ കുടുംബ സംസ്കാരവും നമ്മൾ അതിനോടൊപ്പം മതവും നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർത്ത് നമ്മൾ ജീവിച്ചു വന്നു. അപ്പോൾ അന്ന് മുല്ലമാർ പറഞ്ഞ സ്വർഗവും നരകവും, ആ സ്വർഗത്തെക്കുറിച്ചൊക്കെ മുല്ലമാർ അന്ന് സംസാരിക്കുമ്പോൾ ജീവിതം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് ഉടനെ തന്നെ സ്വർഗത്തിലേക്ക് പോയാലോ എന്നൊക്കെ ചിന്തിക്കുമായിരുന്നു. കാരണം സ്വർഗത്തിൽ അത്രമാത്രം സുഖ സൗകര്യങ്ങളാണ് നമുക്ക് ലഭിക്കുക എന്നാണ് അവർ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ദാരിദ്ര്യത്തിലായിരുന്നു. ആവശ്യത്തിന് ഉണ്ണാനോ ഉടുക്കാനോ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളോ നമുക്കുണ്ടായിരുന്നില്ല. അപ്പോൾ മരിക്കുകയാണെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ ചെന്നാൽ ഈ പറയുന്നതെല്ലാം കിട്ടുമല്ലോ എന്നുള്ളതായിരുന്നു ആ മതപഠനം കൊണ്ട് അന്ന് നമ്മൾ കാംക്ഷിച്ചത്. അത്രമാത്രം നമ്മൾ ഹൃദ്യമായിട്ടാണ് മതത്തെ പഠിച്ചു വന്നത്. ഇതിനെല്ലാം ഒരു വ്യതിചലനം വന്നത് പിന്നീട് അങ്ങോട്ട് മുതിർന്നു വന്നപ്പോൾ തൻ്റെ വായനശാലകളാണ് നമുക്ക് ഇതിനൊരു മാറ്റം വരുത്തി വച്ചത്. പല മതങ്ങളെക്കുറിച്ചും പല സംസ്കാരങ്ങളെക്കുറിച്ചും പല മനുഷ്യരെക്കുറിച്ചും ഓരോരുത്തരുടെ ജ്ഞാനത്തെക്കുറിച്ചും അവരുടെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും പഠിച്ചപ്പോഴാണ് ഈ മതങ്ങൾ മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടി മനുഷ്യൻ തന്നെ സൃഷ്ടിച്ചതാണെന്നും ആ മതങ്ങളും ഈ മനുഷ്യരും നമ്മൾ ചേർന്നാണ് ഈ ദൈവങ്ങളെയൊക്കെ സൃഷ്ടിച്ചതെന്നും നമുക്ക് ബോധ്യപ്പെട്ടത്. അവിടെ മുതൽ അങ്ങോട്ട് പിന്നെ പുതിയൊരു പഠനമായിരുന്നു, എന്താണ് മനുഷ്യൻ എന്നുള്ള പഠനം. അങ്ങനെ ഇന്നത്തെ മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രവും അതുപോലെ വിജ്ഞാനവും ഒരുപാട് വികസിച്ചപ്പോൾ മനുഷ്യർ ഒരുപാട് നല്ലവരാവേണ്ടവരായിരുന്നു. എന്നാൽ ഈ മതങ്ങളുടെയും ദൈവങ്ങളുടെയും ഒരു അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും മനുഷ്യൻ ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇന്നത്തെ മനുഷ്യ സമൂഹത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്ക്. ഈ പോക്കിൽ നമ്മൾ വല്ലാത്ത ആശങ്കയിലാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് നമ്മുടെ രാജ്യം തന്നെ എങ്ങനെയാണ് പോകുന്നത്? ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു ഭരണം, ഒരു ഭരണാധികാരി, ഒരു ഭണ്ഡാരി എന്നുള്ള തരത്തിലേക്കൊക്കെ അല്ലെങ്കിൽ ഒരു ഭാഷ എന്നുള്ള തരത്തിലേക്കും നമ്മുടെ രാജ്യത്തെ മാറ്റി തീർക്കാൻ ചില ശക്തികൾ ശ്രമിക്കുന്നതായി നമുക്കും അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ നമുക്ക് എങ്ങനെയാണ് അതിർവരമ്പുകൾ വന്നത്? എന്തിൻ്റെ പേരിലാണ് അതിർവരമ്പുകൾ വന്നത്?
എങ്ങനെയാണ് മനുഷ്യൻ വിഭജിക്കപ്പെടുന്നത്? എല്ലാവരും മനുഷ്യരാണ്. എല്ലാവരുടെയും ചോരയ്ക്ക് നിറം ഒന്നാണ്. എല്ലാവർക്കും വിശപ്പും ദാഹവും വികാരങ്ങളും കാമവും ഒക്കെ ഉണ്ട്. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് എല്ലാവർക്കും വ്യത്യസ്ത ദൈവങ്ങൾ, വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ? സംസ്കാരങ്ങളെക്കുറിച്ച് നമുക്കറിയാം. സംസ്കാരങ്ങൾ രൂപപ്പെടുന്നത് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടാണെന്നറിയാം. കാലാവസ്ഥ എങ്ങനെയാണോ അതിനെ ആസ്പദമാക്കിയാണ് മനുഷ്യ സമൂഹം വികസിച്ചു വന്നത് എന്നും നമുക്കറിയാം. അപ്പോൾ പിന്നെ ഈ വ്യത്യസ്ത മതങ്ങൾ എങ്ങനെ വന്നുപെട്ടു? എന്തുകൊണ്ട് ഈ മതത്തിൻ്റെ പേരിൽ മനുഷ്യൻ വിഭജിക്കപ്പെടുന്നു? എന്തു പറഞ്ഞാലും മതത്തിൻ്റെ പേരിൽ പറഞ്ഞ് അതിനെ മാറ്റി നിർത്തി അതിൻ്റെ പിന്നിൽ പ്രവർത്തകരായി കുറേ ആളുകളെ സജ്ജമാക്കി മനുഷ്യനെ ഭിന്നിപ്പിച്ച് ഭരിക്കുകയും എന്തു പറഞ്ഞാലും എല്ലാ കൊള്ളരായ്മയും മതത്തിൻ്റെ പുറകിൽ ഒളിപ്പിച്ച് മനുഷ്യരാശിയെ ഭിന്നിപ്പിച്ച് അല്ലെങ്കിൽ സംസ്കരിച്ച് ഇങ്ങനെ എക്കാലവും ഓരോ സംഘങ്ങൾ അധികാരം കൈകാളുകയും കുറേ ആളുകളെ അടിമകളാക്കി ഇങ്ങനെ സമൂഹത്തെ ആട്ടിൻകുട്ടികളെ പോലെ നയിക്കുകയും ചെയ്യുന്നത് എവിടെയാണ് ഇതിനൊരു അവസാനം? നമ്മൾ ചിന്തിച്ചു നോക്കണ്ടേ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശരിക്കും മനുഷ്യൻ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? കോടാനുകോടി ജീവജാലങ്ങളിൽ ഒന്ന് മാത്രമായ ഈ മനുഷ്യൻ അനേകം കോടി ജീവജാലങ്ങൾക്ക് മുകളിൽ കയറി നിന്ന് ഞാനാണ് സർവസ്വവുമെന്ന് വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ ഭിന്നിപ്പിച്ച് പേടിപ്പിച്ച് ഭരിച്ച് ഞങ്ങൾ എല്ലാത്തിനെയും കൊന്നു തിന്നും, അതിനാൽ ഞങ്ങൾ പറയുന്നത് അനുസരിക്കണമെന്ന് മനുഷ്യൻ ലോക ജീവജാലങ്ങളോട് പറയുകയാണ്. വിവേകശാലികളാണ് എന്ന് മനുഷ്യൻ പറയുന്നു. വിവേകമുള്ളതിൻ്റെ പേരിലാണോ ഈ വൃത്തികെട്ട ഏകാധിപത്യ സ്വഭാവമുള്ള മനുഷ്യത്വത്തിന് ഈ ഇത്രമാത്രം വിഭിന്ന വേരുകൾ ഉണ്ടായത് എന്നുള്ളതാണ് എൻ്റെ സംശയം. ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യരാശി വല്ലാത്തൊരു നാശത്തിൻ്റെ വക്കിലാണ് എന്നർത്ഥം. ഈ മനുഷ്യൻ തന്നെ ഈ ഭൂമുഖത്തെ ഇല്ലാണ്ടായി പോകാൻ ഒരുപാട് കാലം വേണ്ട എന്നുള്ളതും നമുക്ക് കാണുവാൻ കഴിയും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ വികാസം മനുഷ്യരാശിയുടെ നന്മയ്ക്കായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ ശാസ്ത്രത്തെ അംഗീകരിക്കാത്ത മതങ്ങൾ ഇന്ന് ശാസ്ത്രത്തിൻ്റെ വികാസങ്ങളെയൊക്കെ മതത്തിൻ്റെ കഴിവാണ് എന്ന് വരുത്തി തീർക്കാനും മതത്തിൻ്റെ പിന്നിലേക്ക് ശാസ്ത്രത്തെ കൂട്ടിക്കെട്ടാനും ശ്രമിക്കുകയാണ്. തൽഫലമായി മനുഷ്യരാശി വല്ലാത്ത രൂപത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. കാരണം തനിക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സമൂഹത്തെ ചുട്ടരിച്ച് കളയാനുള്ള പോർവിളികളും അല്ലെങ്കിൽ പോർമുനകളുമായി ശാസ്ത്രത്തെ അവർ കൈകാര്യം ചെയ്തു പോകുന്നു. ഇത് ഒരുപാട് കാലം മനുഷ്യരാശിക്ക് ഇത്തരത്തിൽ മുമ്പോട്ട് പോകാനാകില്ല. കാരണം മതവികാരമാണ് മതവർഗീയവാദം വളർത്തുന്നത്, മതവികാരമാണ് മനുഷ്യനെ അല്ലാണ്ടാക്കി തീർക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യം. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരു പക്ഷേ പണ്ട് കാലത്ത് മതങ്ങൾ നല്ലതായിരുന്നുവെങ്കിൽ ഇന്ന് മതങ്ങൾ കൊള്ളരുതാത്തതുമായി തീർന്നിരിക്കുന്നു. മനുഷ്യരാശിക്ക് ഇനിയും മതം വേണ്ട എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് സമൂഹം മാറിയിരിക്കുന്നു. കാരണം തലമുറ വളർന്നു വരുന്ന തലമുറ മുഴുവൻ മതങ്ങൾക്ക് എതിരാകുന്ന വരും ഭാവിയെ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. വരും ഭാവിയിൽ മതങ്ങൾക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാവുകയില്ല. പക്ഷേ അപ്പോഴേക്കും മതത്തിൻ്റെ പേരിൽ സമൂഹം ഛിന്നഭിന്നമായി പരസ്പരം പോരടിച്ച് ഇല്ലാണ്ടായി തീരും എന്നുള്ള ആശങ്കയാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. നമ്മൾ മനുഷ്യർ ലോകത്ത് വളരെ എണ്ണത്തിൽ കുറവാണ്. മറ്റ് ജീവജാലങ്ങളാണ് ശരിക്കും ലോകത്തിൽ അധികവും. എന്നാൽ അറിവുള്ള മനുഷ്യർ നമ്മൾ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യൻ ഭിന്നിക്കാൻ പാടില്ല. മനുഷ്യൻ ഏകോദര സഹോദരങ്ങളായി ഒന്നിച്ചു നിൽക്കണം എന്നുള്ളതാണ് എനിക്ക് ഇതിലൂടെ പറയുവാനുള്ളത്. ആത്മവും ബ്രഹ്മവും മാത്രമല്ല, ആത്മവും ബ്രഹ്മവും സമന്വയിച്ചാൽ നമ്മൾ സ്വർഗലോകത്ത് എത്തിച്ചേരുമെന്നുള്ള സങ്കല്പത്തിലാണ് കുറേ ആളുകൾ വളർന്നു വരുന്നത്. എന്നാൽ ആത്മവും ബ്രഹ്മവും അതിനോടൊപ്പം മറ്റുള്ളവരെയും കൂടി ചേർക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടി ഒരു കരുതൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ മനുഷ്യരാശിക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ള പാഠമാണ് എനിക്ക് ഇതിലൂടെ ഏവരോടുമായി പറയുവാനുള്ളത്. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടായിരിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട്, മനുഷ്യൻ ഒന്നാണ്, എല്ലാവർക്കും വിശപ്പും ദാഹവുമുണ്ട്. അതിനാൽ മനുഷ്യൻ ഏകാഗിയല്ല, മനുഷ്യൻ പൊതുസമൂഹമായി ഒന്നിച്ചു പോകേണ്ടവരാണ്. അതിൽ വ്യത്യസ്തത കലർത്താൻ മതങ്ങൾക്ക് ഇനി അനുവാദം കൊടുക്കരുത്. അതുകൊണ്ട് മതമില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് മാനവരാശി ചിന്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നെ കേട്ട നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഗുഡ് ബൈ.